ഹംസ, നമസ്കാരം. നമസ്കാരം. 1971 നമ്മൾ SSLC കംപ്ലീറ്റ് ചെയ്തത്. അതെ, അതിനുശേഷം നിങ്ങളുടെ ജീവിതയാത്ര എങ്ങനെയായിരുന്നു എന്ന് വിവരിക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. ആയിക്കോട്ടെ. 1971 എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു നാഴികക്കല്ലാണ്. വിദ്യാഭ്യാസത്തിൻ്റെ പരിസമാപ്തിയായിരുന്നു 1971. അതിനുശേഷം ഞാൻ കലാലയങ്ങളിലോ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ പോയിട്ടില്ല. എൻ്റെ വിദ്യാഭ്യാസം അവിടെ അവസാനിക്കുകയാണ്. അന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. കൂടുതൽ പഠിക്കണം എന്ന് വളരെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ സാഹചര്യങ്ങൾ എന്നെ അവിടേക്ക് അടുപ്പിച്ചില്ല. പക്ഷേ എങ്കിൽ പോലും എൻ്റെ വായന എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും വിദേശ ജീവിത സമയങ്ങളിലാണെന്നുണ്ടെങ്കിലും എൻ്റെ എഴുത്ത് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ എൻ്റെ വായന ഒരു കലാലയത്തിൽ പോയിട്ട് കിട്ടാവുന്നതിനേക്കാൾ ഏറെ വിവരങ്ങളും വിദ്യാഭ്യാസവും എനിക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. 1971 മറ്റൊരു സവിശേഷത എന്ന് പറയാനായിട്ട് മാതൃഭൂമി വിഷുപ്പതിപ്പ്, ഏപ്രിൽ മാസത്തിലെ വിഷുപ്പതിപ്പിൽ MT വാസുദേവൻ നായർ പത്രാധിപരായിരുന്ന സമയത്ത് ഹൈസ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സാഹിത്യ മത്സരങ്ങൾ നടത്താറുണ്ടായിരുന്നു. 1971 ആ മത്സരത്തിൽ 2ാം സമ്മാനം ലഭിച്ചത് എൻ്റെ ചെറുതൊക്കെയാണ്. MT വാസുദേവൻ നായരിൽ നിന്ന് ഒരു അഭിനന്ദനം ലഭിക്കുക എന്നുള്ളത് ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു സംഭവമാണ്, മൂല്യമുള്ള ഒരു സംഗതിയുമാണ്. എൻ്റെ സാഹിത്യ ജീവിതം തുടങ്ങുന്നത് അങ്ങനെയാണ്. അവിടെ നിന്നാണ് എനിക്ക് തോന്നി ഞാൻ എഴുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ എഴുതുന്ന വിഷയങ്ങൾ പ്രസക്തമാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടാവുന്നതാണ് എന്ന് അന്നേ തോന്നിയിരുന്നു. പിന്നീട് ചെറിയ ചെറിയ ജോലികൾ, ചെയ്യാത്ത ജോലികളൊന്നുമില്ല, വളരെയധികം ചെറിയ ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരു ബീഡി തൊഴിലാളിയായിട്ടാണ് എൻ്റെ ജീവിതം തൊഴിൽ തുടങ്ങുന്നത്. പിന്നീട് മരപ്പണിക്കാരനായി, പിന്നീട് ശില്പിയായി, പിന്നീട് സെയിൽസ്മാനായി. അങ്ങനെ 26 വയസ്സ് വരെയുള്ള എൻ്റെ യാത്ര കഴിഞ്ഞിട്ട് 26ാമത്തെ വയസ്സിലാണ് ഞാൻ ഗൾഫിലേക്ക് യാത്ര തിരിക്കുന്നത്. ആ യാത്രയിൽ ഒരുപാട് ജീവിതം എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു. എൻ്റെ വീടിൻ്റെ, കുടുംബത്തിൻ്റെ അന്നത്തെ അന്തരീക്ഷത്തിൽ എനിക്ക് കിട്ടിയിരുന്ന തുച്ഛമായ വരുമാനം വളരെ വലിയ ആശ്വാസമായിരുന്നു. 30ാമത്തെ വയസ്സിലാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. വിവാഹ ജീവിതം രണ്ടറ്റത്ത് നിന്നിട്ടുള്ള അഭിപ്രായങ്ങളിലൂടെ ഉള്ള ജീവിതമായിരുന്നു. ആസ്വാദനത്തിൽ കൂടെ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ദൈവാനുഗ്രഹം കൊണ്ട് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. അതിൽ 2 കുട്ടികളുണ്ടായി. അവരെ ആവശ്യത്തിന് വിദ്യാഭ്യാസം. മകൻ MBA-കാരനാണ്, മകൾ BA-MA B.Ed-കാരിയാണ്. അവരൊക്കെ വിവാഹിതരാണ്. അവരുടെ കാര്യങ്ങൾക്ക് അവർ പ്രാപ്തരായി എന്ന് ആത്മവിശ്വാസത്തോടെ എനിക്ക് പറയാൻ കഴിയും. എൻ്റെ ഗൾഫ് ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയ വ്യക്തികളും അറിഞ്ഞ സംഭവങ്ങളും അനുഭവിച്ച വിഷമങ്ങളും പ്രയാസങ്ങളും അതൊക്കെയാണ് എൻ്റെ എഴുത്തിൻ്റെ വിഷയം. ആ സമയത്ത് ഞാൻ സ്ഥിരമായി മാതൃഭൂമി ഗൾഫ് എഡിഷനിൽ സ്ഥിരമായിട്ട് എഴുതിയിരുന്ന വ്യക്തിയാണ്. ഞാൻ എഴുതി അയക്കുന്ന എല്ലാ കഥകളും മാതൃഭൂമിയിൽ വന്നിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായും ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും അത്തരം ഒരു മാധ്യമത്തിലൊരു ഇടം കിട്ടുക എന്നുള്ളത് വലിയ കാര്യമാണ്. ആ സമയത്താണ് ഞാൻ അയച്ചിരുന്ന എല്ലാ കഥകളും അച്ചടിച്ച് ഞാൻ കണ്ടത്. തുടർന്ന് ഗൾഫ് ജീവിതം അവസാനിപ്പിക്കുന്നത് എൻ്റെ 56ാമത്തെ വയസ്സിലാണ്. 28 വർഷം ഞാൻ അവിടെയും പല ജോലികൾ ചെയ്തിട്ടാണ് അത്രയും വർഷങ്ങൾ തള്ളി നീക്കിയിട്ടുള്ളത്. അതിൽ ഡയറക്ടർ ഓഫ് കസ്റ്റംസ് ആൻഡ് പോർട്സിൽ ക്ലിയറിംഗ് ഏജൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ബഹ്റൈനിൽ 10 വർഷം ഉണ്ടായിരുന്നു ആ ജോലിയിൽ. പിന്നീട് നാട്ടിൽ വരികയും തിരിച്ച് സൗദിയിലേക്ക് പോവുകയും ചെയ്തു. അമേരിക്കൻ
സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ അണ്ടർഗ്രൗണ്ട് ഡോക്യുമെൻ്റ് കൺട്രോളറായിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരം വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അവസാനമായിട്ട് ജോലി ചെയ്തിരുന്നത് ഒരു ജർമ്മൻ കമ്പനിയിലായിരുന്നു. അത് കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ് ഓഫീസിലാണ് എനിക്ക് ജോലിയായിരുന്നത്. അവിടുത്തെ പ്രൊജക്റ്റ് മാനേജറിൻ്റെ സെക്രട്ടറി ആയിട്ടാണ് ഞാൻ ജോലി അവസാനിപ്പിച്ചത്. ഒരു നാട്ടിൽ വന്നിട്ട് 10-15 വർഷമായി. 2010 ഞാൻ നാട്ടിലെത്തുന്നത്. നാട്ടിലെത്തിയതിന് ശേഷമാണ് മണൽ ജീവിതം എന്ന നോവൽ എഴുതുന്നത്. ആ നോവൽ എഴുതി പബ്ലിഷ് ചെയ്തു. അതിന് മലയാറ്റൂർ രാമകൃഷ്ണൻ, തകഴി ശിവശങ്കരപിള്ള, ലളിതാംബിക അന്തർജനം, പുന്നത്തിൽ കുഞ്ഞബ്ദുള്ള തുടങ്ങി നാഷണൽ അവാർഡ്, BSSൻ്റെ നാഷണൽ അവാർഡ് അടക്കം 20ഓളം അംഗീകാരങ്ങൾ അതിന് ലഭിക്കുകയുണ്ടായി. നിർഭാഗ്യവശാൽ സ്കൂൾ കാലത്ത് പ്രസിദ്ധീകരിച്ചു വന്ന, മാതൃഭൂമി പ്രസിദ്ധീകരിച്ചു വന്ന എൻ്റെ ചെറുകഥ അടക്കം എൻ്റെ സ്കൂളിൽ എന്നെ ആരും അറിയാതെ പോയി. കാരണം ഞാൻ സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന വർഷമായിരുന്നു എനിക്ക് ആ അംഗീകാരം കിട്ടിയത്. തുടർന്ന് എന്നെ ആരും അന്വേഷിക്കുകയോ പ്രോത്സാഹനങ്ങൾ നൽകാനോ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ വിഷമത്തോടു കൂടി തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നോവൽ ഇന്നും സ്കൂൾ ലൈബ്രറിയിലുണ്ട്. കഴിഞ്ഞ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ചാണ് എന്നെ പരിചയപ്പെടുത്തുന്നത്. അഡ്വക്കേറ്റ് മോഹനനാണ് എന്നെ പരിചയപ്പെടുത്തിയത്. അദ്ദേഹമാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെയാണ് കുറച്ച് പേരെങ്കിലും അറിയാൻ ഇടവന്നത്. ഞാൻ സ്വയം ഇതിൻ്റെ പുറകെ പോകാനോ അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പേരോ പ്രശസ്തിയോ ലഭിക്കാനോ വേണ്ടിയിട്ട് ഒന്നിനും ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ എനിക്കുള്ള അപജയമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് കഴിവുകൾക്കല്ല മാനദണ്ഡം, കഴിവുകൾ മുഴുവൻ മാനദണ്ഡമല്ല. അംഗീകാരങ്ങളാണെന്നുണ്ടെങ്കിലും പ്രോത്സാഹനങ്ങളാണെന്നുണ്ടെങ്കിലും അതെല്ലാം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും ഒരു നിറം അത്യാവശ്യമായിട്ട് വരും. നിറമില്ലാത്തവനാരും ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്നില്ല. അത് തന്നെയാണ് എൻ്റെ അവസ്ഥ. പക്ഷേ എന്നിരുന്നാൽ തന്നെ എനിക്കതിൽ ഖേദമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു 111 കഥകൾ എഴുതി എൻ്റെ അടുത്ത പുസ്തകം കഥാസമാഹാരമായിട്ട് പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി വായനക്കാരുടെ ബാഹുല്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കണക്കിലെടുക്കുമ്പോൾ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ നിരാശ തോന്നുന്ന കാര്യമാണ്. ശരിയാണ്. നമ്മൾ എഴുതുന്നത് വായനക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായിട്ടുള്ള എൻ്റെ മുന്നിലൂടെ കടന്നു പോയിട്ടുള്ള കഥാപാത്രങ്ങളും ഞാനറിയുന്ന കഥാപാത്രങ്ങളും ഒക്കെ തന്നെയാണ് എൻ്റെ വിഷയങ്ങൾ. അപ്പോൾ അത്തരം കഥകൾ നമ്മൾ എഴുതുമ്പോൾ അതിലെന്തെങ്കിലും ഒരു സന്ദേശമോ ഒരു സാരാംശമോ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ എൻ്റെ രചനകൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഇപ്പോൾ വളരെ സ്വസ്ഥമായിട്ടിരിക്കുന്നു. കൂടുതൽ നാട്ടിൽ വന്നതിന് ശേഷം ഈ 15 വർഷത്തിനിടയ്ക്കും ചില ബിസിനസ്സുകളൊക്കെ ചെയ്തില്ലേ? 3-4 സൂപ്പർ മാർക്കറ്റുകളിൽ മാനേജറായിട്ടും സ്വന്തമായിട്ടുള്ള ബിസിനസ്, തുണിക്കടയും അതുപോലെ തന്നെ സ്റ്റേഷനറി അങ്ങനെ തുടങ്ങി പെയിൻറ്റ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നു. ഒരിക്കലും മടിയനായിട്ട് ഞാൻ ഇരുന്നിട്ടില്ല. സ്വസ്ഥമായിട്ട് ഇരിക്കാൻ. അതെ, കുട്ടികൾ, കുടുംബം, പേരക്കുട്ടികൾ. മക്കളാണ്? എനിക്ക് 2 മക്കൾ. നേരത്തെ പറഞ്ഞു, ഒരാണും ഒരു പെണ്ണും. മകൻ ഖത്തറിൽ സേഫ്റ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. അയാൾക്ക് 3 കുട്ടികൾ. അവരിപ്പോൾ എൻ്റെ കൂടെയാണ്. മകള് അവൾ ടീച്ചറാണ്. ഒരു പ്രൈവറ്റ് സ്കൂളിലാണെങ്കിൽ പോലും അവളും ജോലി ചെയ്യുന്നുണ്ട്. അവൾക്ക് 2 കുട്ടികൾ. അവർ ഇരിഞ്ഞാലക്കുടയാണ് സ്ഥലം. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ചെറിയ വിശേഷങ്ങൾ. ഏതായാലും ഇത് ഈ 3-4 ഷൂട്ടിംഗ് ആണെങ്കിലും സ്റ്റാൻഡ് വെച്ചിട്ടുള്ള ഷൂട്ടിംഗ് അത് ചെറിയ അപകടങ്ങൾ കാണും. അത് ക്ഷമിക്കുക, നിർത്തിയില്ല. ശരി, ഓക്കെ, വളരെ സന്തോഷം. നേരത്തെ വരണമെന്ന് വിചാരിച്ചാണ്. ഓക്കെ.